നമുക്ക് കുറച്ച് സോയാ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് കുറച്ച് സോയാ ചങ്ക്സ് എടുത്ത് 3-4 വെള്ളത്തിൽ കഴുകി 1/2 കപ്പ് വെള്ളത്തിലിട്ട് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെക്കുമ്പോൾ അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം. എന്നിട്ട് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മസാല, പെരുംജീരകപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയിട്ട് മിക്സാക്കി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ വേവിക്കാൻ വെച്ച സോയാ ചങ്ക്സ് വെന്തിട്ടുണ്ടാവും. അതെടുത്ത് ഊറ്റി ഇതേപോലെ വെള്ളം കുറേ വട്ടം പിഴിഞ്ഞ് കളയണം. ഈ വെള്ളം പോകുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്രൈ. വെള്ളം എത്രയും കളയാവോ അത്രയും മാക്സിമം നമ്മൾ കളയുക. കളഞ്ഞതിന് ശേഷം അത് കുറച്ച് ഉടച്ചുടച്ചിടുക. അതെല്ലാം നന്നായിട്ട് ഉടയണം. പച്ചവെള്ളത്തിലാണ് കഴുകിയത്. പച്ചവെള്ളത്തിൽ കഴുകി കഴിയുമ്പോൾ 2-3 വട്ടം കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ചൂട് മാറും, നമുക്ക് ഉടയ്ക്കാൻ പറ്റും. എന്നിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, പെരുംജീരകം, ഇത്രയിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചങ്ക്സ്, സോയ ചങ്ക്സ് ഈ മസാലയിലേക്കിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇതിട്ട് കഴിഞ്ഞിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഇതിൽ തന്നെ വെക്കണം, പെട്ടെന്നാവും.